ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് അവിയൽ റെസിപ്പി അല്ലേ. എല്ലാവർക്കും അവിയൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ വേർഷൻ ഓഫ് അവിയൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പയറെടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പംകിൻ, വെള്ളരിക്ക, കുമ്പളങ്ങ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ വെള്ളരിക്ക എടുത്തത്. പിന്നെ ബീൻസ്, 3 പച്ചമുളക്, ഒരു പച്ചക്കായ അത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇടവിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുരിങ്ങ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെജസ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു റിംഗ് ഫിംഗർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു പാന് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചക്കറി ഇട്ട പാടുന്ന അടിക്കൊക്കെ പിടിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ ക്ലീൻ പാനിലൊക്കെ ഇടുന്ന സമയത്ത് വേഗം അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലോണം ആദ്യം തന്നെ കേട്ടോ. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ അധികം ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നല്ലോണം വെജസൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചക്കായും മുരിങ്ങയും ലാസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് സോട്ടിന് ശേഷമാണ് ഞാൻ പച്ചക്കായും മുരിങ്ങയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചക്കായ നിങ്ങൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്താൽ അതെന്തായാലും അടിക്ക് പിടിക്കും. അപ്പോൾ അതിങ്ങനെ അടിക്ക് പിടിച്ച് നല്ലോണം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് സോട്ട് ചെയ്ത് ആ വെളിച്ചെണ്ണയൊക്കെ എല്ലാവരും എത്തി പിന്നെയാണ് ഞാൻ ഈ പച്ചക്കായ ഇടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലോണം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കറിയൊന്നും പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് പച്ചക്കായും നമ്മൾ മുരിങ്ങയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കവർ ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. ഈ പച്ചക്കറിയെല്ലാം നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നില്ല, അപ്പോൾ അത്ര സമയം എന്തായാലും വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി. കൂടുതലൊന്നും മഞ്ഞളും മുളകും ആഡ് ചെയ്യാൻ പാടില്ല, ഇത്ര മാത്രം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതൊന്നും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്യാനും മറക്കരുത്. കാരണം ചില സമയം അടിക്കൊക്കെ പിടിക്കാൻ തുടങ്ങും കേട്ടോ പച്ചക്കറിയൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ഒന്ന് സോഫ്റ്റ് ആവും, പിന്നെ വേഗം ഒന്ന് വെന്തൊക്കെ കിട്ടും കേട്ടോ പച്ചക്കറി. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മാത്രം, കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അത്ര മാത്രം അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു മിക്സർ ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈയളവാണ്, നിങ്ങൾ 1/4 കപ്പ് എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 6 ചെറിയ ഉള്ളി, 3 ഗാർലിക്ക്, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ഹീപ്പായിട്ട് എടുത്തിട്ടുണ്ട് കേട് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ ജാറിലാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയൂടെ കേടും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിലും കുറവ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കേടും കൂടി ആയിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്യാൻ പാടില്ല, ക്രഷ് മാത്രമേ ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ പൾസിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതാ നമ്മുടെ വെജസൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ചില ആൾക്കാർ കുക്കറിൽ ഒരു വിസിലിനാക്കി എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് കുറച്ചും കൂടി പ്രിഫറായി തോന്നിയത് ഇതേപോലെ കുക്ക് ചെയ്തിട്ടാണ് അവിയലിന് കുറച്ചും കൂടിയും ആ ഒരു ടേസ്റ്റ് വരുന്നത്. കാരണം കുക്കറിൽ നമ്മൾ ഒരു വിസിലടിക്കും, ചില ഈ പംകിൻ അങ്ങനത്തെയൊക്കെ ചില വേഗം വേകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നല്ലോണം അടിഞ്ഞു പോകും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെല്ലാം വരുന്ന സമയത്ത് അത് നല്ല പേസ്റ്റ് പോലെ അടഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുക്കർ പ്രിഫർ ചെയ്യാത്തത്, ഇതിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നല്ലോണം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ആഡ് ചെയ്തിട്ട് ആ ജാറിൽ കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്കത് പൊതുവേ ഇഷ്ടം നല്ലോണം തേങ്ങയും കേടൊക്കെ ഇട്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് എനിക്കിഷ്ടം. ചില അവിയലിൽ ഞാൻ കണ്ടത് അധികം തേങ്ങ ഉണ്ടാവില്ല, വെജീസ് മാത്രം കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറൊക്കെ നല്ല തേങ്ങ കൂടുതലായിട്ട് നല്ലോണം പെരങ്ങി നിൽക്കുന്ന രീതിയിൽ, തേങ്ങയും കേടും വെജീസൊക്കെ കൂടി നല്ലോണം പെരങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറ്. എനിക്കും അതാണ് ഇഷ്ടം. അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഓൾമോസ്റ്റ് ഈ വെള്ളം ഒന്നൊന്ന് ഡ്രൈ ആക്കി, ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കാറില്ല കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ഗ്രേവിയിൽ ആ തേങ്ങ ഇങ്ങനെ പെരങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ അധികം അവിയൽ കഴിക്കാറ്. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് കഴിക്കാറ്, അധികം ഡ്രൈ ആക്കിയിട്ടൊന്നും എടുക്കാറില്ല. അപ്പോൾ ഏകദേശം ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മുരിങ്ങ കുറച്ച് ഇങ്ങനെ വെട്ട് നിൽക്കുന്നില്ലെങ്കിൽ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മുരിങ്ങ ഒന്ന് പൊട്ടിപ്പോവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അതേപോലെ മുരിങ്ങ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചൊന്ന് അമർത്തിയാൽ തന്നെ അത് മുരിങ്ങ ഒന്ന് പൊട്ടി വരും.
ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ടോളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നല്ല വൃത്തിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ മേലെ ആഡ് ചെയ്ത് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാൻ എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ ഓണം സദ്യ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. ഞാൻ ഓണത്തിൻ്റെ സദ്യക്കൊക്കെ ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പുളിയിഞ്ചി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. കാണാത്തവർ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. ഈ പുളിയിഞ്ചിൻ്റെ റെസിപ്പി, കാളൻ റെസിപ്പി ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. ഇപ്രാവശ്യം അവിയൽ ഇങ്ങനെയൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളൊരു സെർവിങ് ബോളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.